ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു ക്രീമാണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നല്ല യങ് ആൻഡ് ഗ്ലോ ആക്കി വെക്കാനും അതുപോലെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനും നമ്മുടെ ഐസിൻ്റെ അണ്ടറിലുള്ള ഡാർക്ക് സർക്കിൾ, അതുപോലെ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ്. ഈ കുക്കുംബർ ക്രീം റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ ചെറിയ സൈസ് സലാഡ് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു വെജിറ്റബിൾ ഗ്രേറ്റർ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് മുകളിലായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുക്കുംബറിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ കുക്കുംബർ ജ്യൂസ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് എത്രത്തോളമാണോ ക്രീം റെഡിയാക്കുന്നത് അതനുസരിച്ചുള്ള അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2.5 സ്പൂണോളം അലോവേര ജെല്ലാണ് ആ ബൗളിലേക്ക് എടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അതെടുക്കാം. പക്ഷേ അതെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. പകരം നമുക്ക് വെള്ളമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഷോപ്പിൽ നിന്നുള്ള അലോവേര ജെൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുക്കുംബർ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും വളരെയധികം സഹായിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിന് പകരം ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ യൂസ് ചെയ്താണ് ഈ ക്രീം റെഡിയാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒട്ടുമിക്ക അലോവേര ജെല്ലിലും വൈറ്റമിൻ ഇ ആഡഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഡെയിലി നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ക്രീം റെഡിയാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള അലോവേര ജെല്ല്, കുക്കുംബർ ജ്യൂസ്, കോക്കനട്ട് ഓയിൽ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്രീം നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലും വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി മറ്റു വീഡിയോസൊക്കെ കണ്ടു നോക്കാം. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.